ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ജിജി മാറിയോ എന്ന കുലസ്ത്രീ അവർക്കെതിരെ ഉള്ള അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ഒരു 6-ാമത്തെയോ മറ്റോ വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇവർ പാശ്ചാത്യ സംസ്കാരത്തെ അല്ലെങ്കിൽ അമേരിക്കൻ സംസ്കാരത്തെയൊക്കെ അടച്ചുകെട്ടി ബാഡായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ ഇവരുടെ പുറകെ കൂടിയതാണ്. ഇവർ പറഞ്ഞതാണ് ഇവിടെ മാതാപിതാക്കൾ പെൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബോക്സിൻ്റെ കൂട്ടത്തിൽ സ്കൂൾ ബാഗിൽ ഗർഭനിരോധന മുറകളാണ് കൊടുത്തുവിടുന്നതെന്ന്. അതുപോലെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം, പെൺപിള്ളേർ വീട്ടിൽ വരുമ്പോൾ ബോയ് ഫ്രണ്ട്സുമായിട്ട് വരുമ്പോൾ അവർക്ക് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഇവിടുത്തെ അപ്പന്മാരാണെന്ന്. ഇത്രയും വൃത്തികേടുകൾ, ഒരു സംസ്കാരത്തെ മൊത്തം അടച്ചുകെട്ടി സംസാരിച്ച ഈ സ്ത്രീ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവിടേക്ക് അവർ മോട്ടിവേഷൻ തരാനായിട്ട് കടന്നു വരുന്നു എന്നുള്ളൊരു നോട്ടീസും ഞാൻ കണ്ടു. അന്ന് ഞാൻ ഇവർക്കെതിരെ ഇവരിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്, അതായത് 2 വർഷം മുൻപ് കമൻ്റ് ഇട്ടതിന് ഇവരെന്നെ 3-4 പ്രാവശ്യം കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഇവരെന്നെ എന്നേക്കുമായിട്ട് അവരുടെ എല്ലാ ചാനലുകളിൽ നിന്നും പേജുകളിൽ നിന്നും എല്ലാം ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. കാരണം ഇവർക്ക് മറുപടി ഇല്ലായിരുന്നു. അതിനുശേഷം ഇവർ ഇവിടേക്ക് വരുന്നു എന്നുള്ള നോട്ടീസ് കണ്ടപ്പോൾ ഞാൻ മാക്സിമം അത് തടയുവാനായിട്ട് ശ്രമിച്ചു. ചിക്കാഗോയിലുള്ള മലയാളി അസോസിയേഷനെ വിളിച്ച് നേരിട്ട് ഞാൻ ആ പ്രസിഡൻറ്റ് സ്ത്രീയുമായിട്ട് സംസാരിച്ചതാണ്. ഇങ്ങനെ ചെയ്യരുത്, ഇവരെ അക്സെപ്റ്റ് ചെയ്യരുത്. നമ്മുടെ ഇവിടെ വളരുന്ന കുട്ടികൾക്ക് ഇവരുടെ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും ഉണ്ട്. ഇതുപോലെയുള്ള ഈ സംസ്കാരത്തെ അല്ലെങ്കിൽ മലയാളീസിനെ ഇവിടെയുള്ള ആളുകളെ മൊത്തം അടച്ചിട്ട് സംസാരിച്ച് ഈ സ്ത്രീയെ കൊണ്ട് നിങ്ങൾ നമ്മുടെ കുട്ടികൾക്ക്, അതും കുട്ടികളെയും കൂടെ പറഞ്ഞാൽ ഇവരെ നമ്മൾ വിളിച്ച് പറയരുത്, ഇവരെ എൻ്റർടൈൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കാതെ അവരെ വളരെ വിളിക്കുകയും എൻ്റർടൈൻ ചെയ്യുകയും എല്ലാം ചെയ്യുകയുണ്ടായി. എന്നിട്ട് ഇവർ പറഞ്ഞതാരോടാ, നാട്ടിലുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇവർ ഈ ക്ലാസ് എടുത്തത്. ഞാൻ ആ വീഡിയോസ് എൻ്റെ കണ്ണിന് കണ്ടതാണ്. അപ്പം ഇവിടെയുള്ള കുട്ടികളെ പറ്റി അതേ പ്രായക്കാരായുള്ള നാട്ടിലുള്ള കുട്ടികളോടാണ് ഇവരിങ്ങനെ ക്ലാസ് എടുക്കുകയും പറയുകയും ചെയ്തത്. അത്രയ്ക്കുള്ള വിവരമേ ഇവർക്കുള്ളൂ. എന്നിട്ട് ഇവരിവിടെ വന്ന് ഇവിടെയുള്ള ആളുകളുടെ തന്നെ കീശ കാലിയാക്കിക്കൊണ്ട് പോകുന്നു. നാട്ടിൽ പോയി ചാരിറ്റിയുടെ മറവിൽ അവർ 10 കോടി കിട്ടിയാൽ ചിലപ്പോൾ 2 കോടിക്ക് വീട് പണിയുന്നുണ്ടായിരിക്കും, സത്യമായിരിക്കാം. പക്ഷെങ്കിൽ ഇവർ നാട്ടുകാരെ പറ്റിച്ചാണ് ജീവിക്കുന്നത്. ഇതുപോലുള്ള ചാരിറ്റിയുടെ മറവിൽ ഇവിടെ വാൾമാർട്ടിലും അവിടെ ഇവിടെയൊക്കെ $10 ജോലി ചെയ്യുന്നവരുടെ പൈസ മേടിച്ച്, കാരണം അവർ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ. ഇങ്ങനെ അതിവിശുദ്ധിയും ഉപദേശവുമായിട്ട് നടക്കുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കണം. ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഹ്യൂസ്റ്റണിൽ പോയതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് എന്ന് നാട്ടിൽ നിന്ന് ഇങ്ങനെ അറിയാനിടയെ. നമുക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് ഇത്രയുമേ ഉള്ളൂ. ഇവർ ഫാമിലി ഉപദേശമോ എന്ത് കാര്യങ്ങൾ ആയിട്ടും നടന്നുകൊള്ളട്ടെ. പക്ഷെങ്കിൽ മനുഷ്യരെ വൃത്തികേടുകൾ പറഞ്ഞിട്ട് അവരുടെ തന്നെ പണം മേടിക്കാനായി ഇവിടേക്ക് വീണ്ടും വീണ്ടും കടന്നു വരരുത്. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അടിക്ക് ശേഷം വീണ്ടും മോട്ടിവേഷനുമായിട്ട് വരരുത്. അത്രയും മാത്രമേ പറയാനായിട്ടുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ പറയുന്നതായിട്ട് കേട്ടു അയാൾ സാത്താൻ പ്രവർത്തിച്ചതാണെന്ന്. ശരിയായിരിക്കാം, സാത്താൻ പ്രവർത്തിച്ചതാണെങ്കിൽ അത് മനസ്സിലാക്കി ജീവിക്കുക. നിങ്ങൾക്ക് ഉപദേശിക്കാനും മറ്റുള്ള കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കാത്തിടപെടാനും യാതൊരു അവകാശവുമില്ല. അതിനുള്ള ക്വാളിറ്റി നിങ്ങൾക്കില്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകളെ ബാഷ് ചെയ്ത് സംസാരിച്ചിട്ടല്ല വരേണ്ടത്. ഇവിടെയുള്ള കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നിങ്ങളെപ്പോലെയുള്ള യാതൊരു മാതൃകയും ഇല്ലാത്ത ദമ്പതികളുടെ ഉപദേശങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ കാശ് പിരിക്കാനുമായി ഇങ്ങോട്ട് വീണ്ടും വരരുത്. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.